രണ്ട് വെക്ടറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. റെക്റ്റാങ്കുലർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അറിയേണ്ടത് ജെയും ജെയും തമ്മിൽ ഗുണിച്ചാൽ എന്താ സംഭവിക്കുക എന്നാണ്. ജെ എന്ന് പറഞ്ഞാൽ റൂട്ട് -1 എന്നാണ്. റൂട്ട് -1. റൂട്ട് -1നെ റൂട്ട് -1 കൊണ്ട് ഗുണിച്ചാൽ റൂട്ടും ഗുണിച്ചാൽ റൂട്ട് ഇല്ലാതെയാവും. അപ്പം ബാക്കി വരുന്നത് -1 മാത്രമാണ്. ഇനി നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. ആദ്യം 8നെ -10 കൊണ്ട് ഗുണിക്കുക. അതേപോലെ തന്നെ 8നെ -j7.5 കൊണ്ട് ഗുണിക്കുക. +j6നെ -10 കൊണ്ട് ഗുണിക്കുക. -j6നെ -7.5 കൊണ്ട് ഗുണിക്കുക. എട്ടിനെ നമുക്ക് എല്ലാവർക്കും അറിയാം -10 കൊണ്ട് ഗുണിച്ചാൽ -80 വരിക. -8നെ -j7.5 കൊണ്ട് ഗുണിച്ചാൽ 60. -j60. -jനെ -10 കൊണ്ട് ഗുണിച്ചാൽ -j60. -6നെ -j75 കൊണ്ട് ഗുണിച്ചാൽ ജെയും ജെയും ഗുണിച്ചാൽ -1 ഗുണം 6 ഗുണം 7.5 എന്ന് പറഞ്ഞാൽ 45. അപ്പം -45. പുറത്ത് ഈ പ്ലസും ഈ മൈനസും കൂടി ഗുണിച്ചാൽ അതും ഇവിടെ മൈനസ് ആവും. ഈ പ്ലസും ഈ മൈനസും തമ്മിൽ ഗുണിച്ചാൽ 60j, അതാണ് ഇവിടെ മൈനസ് ഇട്ടിരിക്കുന്നത്. ഇനി റിയൽ ടേമുകൾ തമ്മിൽ കൂട്ടുക. റിയൽ ടേം എന്ന് പറഞ്ഞാൽ -80ഉം -45. -80 + 45. പ്ലസ് കിട്ടാൻ കാരണം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയതുകൊണ്ടാണ്. ജെ ടേമുകളെല്ലാം അതിൻ്റെ ക്രിയേറ്റ് ചെയ്യാം. -60 -60 -120 വരും. ഇനി ഈ വാല്യൂവിനെ നമുക്ക് പോളാർ ഫോമിലേക്ക് തന്നെ മാറണമെങ്കിൽ √3² + 35² + 120² ചെയ്താൽ മാഗ്നിറ്റ്യൂഡും ടാൻ ഇൻവേഴ്സ് 120/35 ചെയ്താൽ 3.4 കിട്ടും. സോ 35² 120ൻ്റെ സ്ക്വയറും കൂടി കൂട്ടി നമ്മൾ റൂട്ട് കാണുകയാണെങ്കിൽ 125 കിട്ടും. ടാൻ ഇൻവേഴ്സ് 3.42 കിട്ടിയാൽ 73.7 കിട്ടും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാനായിട്ട് ശരിക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. Thank you for watching this video.